Hi, my dear beautiful souls. Welcome back to my channel, Divine Speaks. ഇന്ന് നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ, കരിയർ, ലവ് ലൈഫ് ഇതിലൊക്കെ ഇന്നത്തെ നമ്മുടെ എനർജി എന്താണ് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് എനർജി, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്തായിരിക്കും, നിങ്ങളുടെ ഔട്ട്കം നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്? എന്ത് ഔട്ട്കം ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ പറയുന്നത് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഗൈഡൻസ് വന്നിട്ട് 7 ഓഫ് പെന്റിക്കിൾസ്. ഔട്ട്കം ദ ഫുൾ കാർഡാണ്, മേജർ അർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു തുടക്കം കുറിക്കുന്നുണ്ട് അല്ലെ? അതായത് ധനപരമായ എന്തോ പുതിയ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരമായിട്ട് ആണ് കാണുന്നത്. നിങ്ങൾ അതിനെന്തോ പോകുന്നുണ്ട്. കുറച്ചു പേരൊക്കെ തന്നെ ഇതിനകത്ത് ബിസിനസ്സിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഉള്ള ഗൈഡൻസും ഔട്ട്കവും നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഭൂതകാലത്തെ കളഞ്ഞിട്ട് വേണം പോകേണ്ടത്. അതായത് നേരത്തെ ഞാൻ ചെയ്തിരുന്നിട്ട് അല്ലെങ്കിൽ നേരത്തെ ഞാൻ പ്രയത്നിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഫലം കാര്യമായി കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യണമോ, ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള എന്തെങ്കിലും തോട്ട് ഉള്ളിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കളയുക. എന്നിട്ട് റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു തുടക്കം കുറിക്കേണ്ടതാണ്. ഇപ്പൊ ഇതുവരെയൊക്കെ പഠിച്ചില്ല, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തല്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. അല്ലാതെ നമുക്ക് നോക്കിയിരിക്കുകയല്ല വേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്കുള്ളത് ദൈവം നമുക്ക് തരുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിനി വയ്യ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി നന്നായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് യൂണിവേഴ്സ്. കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോവുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കരിയറിലും ലവ് ലൈഫിലും ഒക്കെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പരാജയമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐഡിൽ സ്റ്റേജോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് നിങ്ങളുടെ ഫെയ്ത്ത്. അതായത് അങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഔട്ട്കം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഒരിക്കലും ആലോചിച്ച് നിന്ന് കളയരുത് ഒന്നിലും. ജോലിക്ക് പോകാനുള്ളവർ ആലോചിച്ച് പോണോ പോണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കരുത്. പോകണം. കരിയറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിരിക്കുകയല്ല വേണ്ടത്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അവർക്ക് നല്ലൊരു ഭാവിയാണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷെ നോക്കിയിരുന്നാൽ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ കൂടെ തന്നെ വിജയമുണ്ട്. വിജയം സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഇന്നത്തെ ദിവസത്തെ. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുമായി റെസനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ.